അവിടുത്തെ വാർഡ് മെമ്പർ ജലജ സുരേഷ് ആയിരുന്നു. ശ്രീമതി ജലജ, ആദ്യം വരേണ്ടത് രക്ഷാദൗത്യം എത്ര വേഗതയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അറിയാൻ കഴിയുന്നുണ്ടോ? വേഗതയിലുണ്ട്. ഞാൻ സംഭവ സ്ഥലത്തുണ്ട് സർ. ആ വേഗതയിൽ പുരോഗമിക്കുന്നുണ്ട്. ടെമ്പർ ലോറി മറിഞ്ഞ് ഒരു മതിലിൽ ഇടിച്ചാണ്. മതിലിനോട് ചേർന്ന് നിന്ന് വണ്ടി കയറാനായിട്ട് നിന്ന സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരും അതുപോലെ ബൈക്കിൽ വന്ന ആളുകളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം 8 പേരോളം കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരാൾ മണ്ണിനടിയിലുണ്ട് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അവിടെ അന്വേഷണം നടത്തുകയാണ്. എന്തുവാ പറ്റിയെന്നുള്ള ഐഡിയ ഉണ്ടോ? എന്തോ സംഭവിച്ചത്? അറിയില്ല, വേഗതയാണോ എന്തോന്ന് അറിയാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ നല്ല ആൾക്കൂട്ടവും അത് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും അല്ല ഇപ്പോഴത്തെ അവസ്ഥ. ഒരു വലിയ മണ്ണുകൂന ഉണ്ടോ അവിടെ? മണ്ണുകൂന വലുതായിട്ടില്ല, ഒരു മതിലിടിഞ്ഞ് വീണ മണ്ണുകൂനയാണ്. അപ്പൊ ഈ ടിപ്പർ ലോറി അതിന്റെ മുകളിൽ കിടന്നതുകൊണ്ട് കുറെ അടിയിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ബസ് സ്റ്റോപ്പിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ? അറിയാൻ പറ്റുന്നുണ്ടോ അത്? ഏകദേശം 8 പേരോളം ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി ഒരെണ്ണം അതിനടിയിലുണ്ടെന്നാണ് ആളുകൾ പറഞ്ഞെനിക്ക് അറിയാൻ കഴിഞ്ഞത്. പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തി അതിവേഗം നടക്കുന്നുണ്ട് കാര്യങ്ങൾ. അതിവേഗം നടക്കുന്നുണ്ട്. ഫയർഫോഴ്സും ഈ ലോറി അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ ജലജ? എങ്ങനെയാണ് JCBക്ക് പൊക്കിയെടുത്ത് മാറ്റിയിട്ടാണ് അടിയിൽ കിടക്കുന്നവരെ എടുക്കാൻ പറ്റുന്നത്. ഈ ലോറി നിറയെ മണ്ണുണ്ടായിരുന്നു എന്നാണോ? ലോറിയിൽ എന്തായിരുന്നു അറിയാൻ കഴിഞ്ഞില്ല മാഡം. അതെ, ഇനിയും ആ മണ്ണിനടിയിൽ ആരെങ്കിലും പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു ബോഡി ഉണ്ടെന്ന് വെച്ച് തെരച്ചിൽ നടത്തുകയാണ് ഇപ്പൊ. ഓക്കെ, കുറച്ച് ഒന്നുകൂടെ വിളിക്കാൻ തരും. അപകടം ഉണ്ടായിരിക്കുന്നു, വലിയ അപകടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടുത്തെ കൗൺസിലർ കൃഷ്ണൻകുട്ടി നായർ കൂടി ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി നായർ, രക്ഷാദൗത്യം പുരോഗമിക്കുന്ന കാര്യം ജലജ പറയുകയായിരുന്നു. ഇങ്ങനെ പരമാവധി വേഗതയിൽ, മനുഷ്യസാധ്യമായ വേഗതയിൽ മണ്ണിനടിയിൽ ആരുമില്ല എന്നുറപ്പിക്കൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ അവിടെ? നടക്കുന്നുണ്ട്. JCB കൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണടിയിൽപ്പെട്ട 2-3 കുട്ടികളെ, മൊത്തം 5 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 പേര് മരിച്ചെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. എന്നാണ് കേൾക്കുന്നത്. കൃത്യമായി പറയാറായിട്ടില്ല സാർ. പിന്നെ ഇപ്പൊ JCB കൊണ്ട് മണ്ണ് മാന്തിയിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം ഒന്നടങ്കം ഈ പ്രദേശത്ത് മൊത്തത്തിലുള്ള ആളുകൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, അവിടെ ഈ ഒരു തിരക്കുള്ള സ്ഥലമാണോ? ബസ് സ്റ്റോപ്പിൽ പോലെ തിരക്കുള്ള ബസ് സ്റ്റോപ്പാണോ? മുക്കോണി ജംഗ്ഷൻ എന്ന് പറയും. മുക്കോണി ജംഗ്ഷൻ, നീലേശ്വരം മുക്കോണി പോസ്റ്റ് ഓഫീസിന്റെ അവിടെ മുക്കോണി ജംഗ്ഷൻ എന്ന് പറയും. ഇവിടെ പോസ്റ്റ് ഓഫീസും ഉണ്ട്. വലിയ നിരക്കില്ല. ബസ്സിൽ കാത്തു നിന്ന ആളുകളാണ് ഈ അപകടം സംഭവിച്ചേക്കുന്നത്. ഇത് അതിന് ഓപ്പോസിറ്റ് റോഡുണ്ട് അമ്പലപ്പുറത്തേക്ക് പോകുന്നത്. ആ റോഡിൽ നിന്ന് ഇറങ്ങി വന്ന ടിപ്പറാണ് ഈ മറിഞ്ഞേക്കുന്നത്. ഒരു ബുള്ളറ്റുകാരനെ ഒഴിവാക്കാൻ വേണ്ടി ചവിട്ടിപ്പം മറിഞ്ഞാണെന്ന് പറയുന്നു. ചേട്ടാ, ഈ മണ്ണിന് അടിയിൽ നിന്ന് പുറത്തെടുക്കുന്ന കുട്ടികളുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? അല്ല, ആരോഗ്യാവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. കൃഷ്ണൻകുട്ടി നായരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും കുട്ടികളുടെ അവസ്ഥ ഗുരുതരമാണ് എന്ന് പറയുന്നു. മണ്ണിനടിയിൽ നിന്ന് നിലവിൽ 5 പേരെയാണ് പുറത്തെടുത്തത്. അതിൽ 3 പേരുടെ അവസ്ഥ ഗുരുതരമാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സമീപത്തുള്ള ആശുപത്രിയിലേക്ക് എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കാനായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. കൂടുതൽ പേർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാൻ തിരച്ചിൽ നടത്തുന്നു. അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ച വാർഡ് മെമ്പർ പറഞ്ഞത് അവിടെ 8 പേരുണ്ടായിരുന്നു എന്നാണ്. 5 പേരെ എടുത്തിട്ടുള്ളൂ എന്നല്ലേ? നമുക്കത് കൃത്യമായി പക്ഷെ അറിയാൻ പറ്റില്ല. അത് ആരും അതിനു മുമ്പ് ബസ് സ്റ്റോപ്പിൽ എത്ര പേരുണ്ടെന്ന് കൃത്യമായി എണ്ണി നോക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊരു പ്രതികരണം. ആവശ്യങ്ങളെ അവര് സഹായിക്കുന്നു. പക്ഷെ ഈ ഒരു കാര്യം അവര് സഹായിക്കുന്നില്ലല്ലോ. ഒരു ജീവൻ പോകുന്ന വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. വലിയ സങ്കടമാണ്. കാരണം നമുക്കറിയാം, കൊച്ചുകുട്ടികളുള്ള ആ ഒരു വളരെ ദുഃഖകരമാണ്. റോഡിൽ നിന്നും ഒരു ബുള്ളറ്റ് ഇറങ്ങി വന്നു. പെട്ടെന്ന് ആ ബുള്ളറ്റിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചപ്പോഴേക്കും കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞു മണ്ണ് കയറ്റുന്ന ടിപ്പർ ലോറി എന്നതാണ് നേരത്തെ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്ന അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ, അവിടുത്തെ കൗൺസിലർ കൂടിയാണ് ചേട്ടൻ പറയുന്ന. ഒരുപക്ഷെ അവിടെ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. പക്ഷെ ഉണ്ടായത് വലിയൊരു അപകടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 8 ബസ് സ്റ്റോപ്പിലേക്കാണ് മറിഞ്ഞത്. അതിൽ 5 പേരെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്തു. അതിൽ 3 പേർ മരിച്ചു എന്നുള്ള ഒരു വിവരം ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞു. നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. ചേട്ടൻ അങ്ങനെ കേട്ട കാര്യം. എന്തായാലും പുറത്തെടുത്ത 5 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ട്. ഇനിയും 1-2 പേർ അതിനിടയിൽ ഉണ്ട്. അവരെ പുറത്തെടുക്കാനുള്ള മണ്ണുമാറ്റൽ ശ്രമങ്ങൾ JCB ഉപയോഗിച്ച് നടക്കുകയുമാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.